നിങ്ങൾ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ടിരുന്ന് കാണുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഞാൻ ഉറപ്പ് വരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടന്റാണ് റിയാക്ഷൻ വീഡിയോ. എന്തെല്ലാം തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ ഉള്ളതെന്നറിയോ? കല്യാണം കഴിച്ച റിയാക്ഷൻ വീഡിയോ, കൊച്ചുണ്ടായ റിയാക്ഷൻ വീഡിയോ, കൊച്ചപ്പിയിട്ടുള്ള റിയാക്ഷൻ വീഡിയോ, പിന്നെ നൂലുകെട്ട് താലികെട്ട് എന്ന് പറഞ്ഞ കുറേ റിയാക്ഷൻ വീഡിയോ അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെയുള്ള റിയാക്ഷൻ വീഡിയോ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഫാമിലി വ്ളോഗേഴ്സാണ്. കാരണം അവർക്ക് ജീവിതം തന്നെ ഒരു കണ്ടന്റാണ്. ഇതൊന്നും പോരാണ്ട് ഇങ്ങനെയുള്ളവന്മാരുടെ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വെറൈറ്റി റിയാക്ഷൻ വീഡിയോ ആണ്. കാരണം മനുഷ്യന്മാരാണ് ബാക്കിയുള്ളവരുടെ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന് മൃഗങ്ങളും റിയാക്ഷൻ വീഡിയോ തുടങ്ങിയെന്ന് സംശയമുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയത് ഈ വീഡിയോ കാണത്തിട്ടാണ്. കൊളന്തേ ഇവൻ പട്ടിയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്താണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ശരിക്കും പട്ടിയാണ് ഇവന്റെ വീഡിയോക്ക് റിയാക്ഷൻ ഇട്ടിരിക്കുന്നത്. ഉള്ള പണി എടുത്ത് ജീവിക്കടാവേ. ഇനിയിപ്പോ പൂച്ച ഇവന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഇതായിരിക്കും ചിലപ്പോൾ അതിന്റെ റിയാക്ഷൻ. ഭൂമിയിലുള്ള ഒട്ടുമിക്ക ജീവികളെ ഇവന്റെ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് മടക്കത്തില്ലടാ, ഒരേ റിയാക്ഷൻ തന്നെ എല്ലാ വീഡിയോയിലും ഇട്ടോണ്ടിരുന്ന. അവനെ പോലെ പണിയില്ലാത്തവന്മാർ വീഡിയോ കാണാനുള്ളിടത്തോളം കാലം അവൻ അത് മടുക്കത്തില്ല. എന്തായാലും ഡൈനോസർ ഒക്കെ നേരത്തെ വംശനാശം വന്ന് ചത്തുപോയത് കാര്യം. എന്തായാലും ഒരു വീഡിയോ കുറഞ്ഞു കിട്ടുമല്ലോ. അല്ലെങ്കിൽ അതിന്റെ വീഡിയോ അവനെ എടുത്ത് വെച്ചിട്ട് കൊളന്തേ. ഇനി ഇതൊന്നും അല്ലാതെ അധികം അവൻ റിയാക്ട് ചെയ്യാത്ത കുറച്ച് വീഡിയോ ഉണ്ട്, അത് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. ഇനി നിന്നെയൊക്കെ കണ്ടെത്താൻ പോകുന്നത് എക്സസൈസ് ആണ്. പക്ഷെ ഇമാതിരി സാധനങ്ങളൊക്കെ കാണേണ്ടി വരുന്നത് ഞങ്ങളാണ്. ഫുൾ ചാർജ് കേറിയോ ചേച്ചി? ഇതെന്ത് ചേച്ചി മുക്കി ചാർജർ അടിച്ചിട്ട് സുഖം പിടിക്കുമെന്നോ? മരിച്ചഭിനയിക്കാന്ന് വെച്ചാൽ അത് ഇതാണ്. പുറം സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോ കോണ്ടാക്ട്, നോ കണക്ഷൻ, സർവവും ശിവമയം. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു പണി എടുക്കാതെ വീട്ടിൽ കളച്ചോർന്ന് നിന്നിരിക്കുമല്ലയോ? നടക്കട്ടെ. ഗൈസ്, ഇതിൻ്റെ റിയാക്ഷൻ നമ്മളാരുമില്ല. കാരണം ഇത് നമ്മുടെ യൂണിവേഴ്സിലേ അല്ല നടക്കുന്നത്, വേറെ ഏതോ യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യമാണ്. അവരായി അവരുടെ കൊച്ചു സന്തോഷങ്ങളായി. സഹോദരൻ കണ്ണുകൊണ്ട് നാരങ്ങ വെള്ളം പിഴിയുമെന്ന് തോന്നുന്നു. ഈ കൊടും തണുപ്പിൽ കിടുകിടാ വിറയ്ക്കുന്ന ഈ സഹോദരനെ രക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് ഇനി ആവത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഇനി സഹോദരന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. ടാറ്റാ.